ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും വിവേചനത്തിൻ്റെ നീതി നടപ്പിലാക്കാൻ നമ്മുടെ ഭരണകൂടം ശ്രമിക്കുമ്പോൾ അതിനെതിരെ തൻ്റെ വരികളിലൂടെയും പാട്ടുകളിലൂടെയും വിപ്ലവം നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് നമ്മുടെ റാപ്പർ വേടൻ. അതിനെക്കുറിച്ച് ഇസ്ലാമിക പണ്ഡിതനായ നമ്മുടെ നൗഷാദ് ബാക്കവി പറയുന്ന ഏതാനും ചില വാക്കുകൾ ഏവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. നമുക്ക് ആദ്യമായി അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം. സിനിമാ മേഖല, കലാകായിക താരങ്ങള്, ലഹരി മാഫിയകൾ അങ്ങനെ രാക്ഷസഭാവത്തിൽ ആടിത്തിമിർക്കുമ്പോ 1/2 ഗ്രാം 1 ഗ്രാം നാണില്ലേ 2 ഗ്രാമൊക്കെയാണ് പിടിക്കുക. മാഫിയകള് ആടിത്തിമിർക്കുന്ന നമ്മുടെ നാട്ടില് 2 ഗ്രാം 3 ഗ്രാമൊക്കെയാണ് പിടിക്കുക. പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾ ആലോചിക്കുക, വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറഞ്ഞ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണെന്ന് പറഞ്ഞ് പാട്ടുകൾ എഴുതി അടിച്ചമർത്തപ്പെട്ട, ചതച്ചരക്കപ്പെട്ട, വലിച്ചിഴക്കപ്പെട്ട, ഞെരിച്ചമർത്തപ്പെട്ട, ഞെക്കിപ്പിഴിഞ്ഞ് മനുഷ്യന്റെ മുഴുവൻ മൂല്യങ്ങളെയും തകർത്തെറിയാൻ വേണ്ടി രാക്ഷസ സ്വഭാവത്തിന്റെ കാലുകൾ കൊണ്ട് ചവിട്ടിത്തേക്കപ്പെട്ട ഒരു സംഘത്തിനെ ഉറക്കെ പറയാൻ തന്റെ കലയിലൂടെ രംഗത്ത് വന്ന ഒരു കലാകാരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ സത്യത്തിൽ ആ വാർത്ത കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം അയാൾ പലപ്പോഴും പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ മുഴച്ചു നിന്നിരുന്നു, മക്കളെ നിങ്ങൾ കള്ളു കുടിക്കരുത്, നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, നിങ്ങളുടെ അമ്മയെ പൊന്നുപോലെ നോക്കണം, നിങ്ങളുടെ അച്ഛനെ പൊന്നുപോലെ നോക്കണം, നിങ്ങൾക്ക് അവരേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന മൂല്യമുള്ള വാക്കുകൾ പറഞ്ഞ ആള് ലഹരി ഉപയോഗിച്ചെന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. പക്ഷെ ഒരു സമാധാനം ഉണ്ടായത്, ലോകത്തൊരു ലഹരി ഉപയോഗിച്ചവരും പറയാത്തൊരു വാക്ക് അദ്ദേഹം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു. ലോകത്ത് കഞ്ചാവ് ഉപയോഗിച്ചവരും MDMA ഉപയോഗിച്ചവരും കള്ളുകുടിച്ചവരും ലഹരി പ്രാന്തന്മാരും ഒന്നും പറയാത്ത ഒരു മനോഹരമായ വാക്ക്. അത് കണ്ടിട്ട് എത്ര സന്തോഷം ഉണ്ടായിന്നറിയോ എനിക്ക്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അനുജന്മാരോട്, എന്റെ അനുജത്തിമാരോട് പറയാണ്, ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം. എന്തൊരു വാക്കാണത്, എന്തൊരു വാക്കാണത്! ഈ ചേട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം, ചേട്ടനിൽ നിന്ന് നന്നാവാൻ ശ്രമിക്കും. ചേട്ടന് സംഭവിച്ചു പോയി. ഒരു കുടിയൻ ഏത് മേഖലയിലാവട്ടെ, ഇന്നുവരെ ഏതെങ്കിലും ഒരു സിനിമാ നടൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? അയാൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് 100% അയാൾ ഓക്കെ ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ അങ്ങനെ പറയാൻ അയാൾക്ക് കഴിഞ്ഞല്ലോ. അടിത്തട്ടിൽ കിടക്കുന്ന ആർക്കും വേണ്ടാത്ത പാവങ്ങൾക്ക് ഒരു സന്തോഷമുള്ള വാക്കായിരുന്നു. അദ്ദേഹത്തിന്റെ ചില വരികളിൽ ഫലസ്തീനിൽ ചതച്ചരക്കപ്പെട്ട പാവങ്ങൾ പോലും ഉണ്ട് എന്നറിയുമ്പോ അത്ഭുതം തോന്നിപ്പോയി. എങ്ങനെയാണ് പിന്നെ വർഗീയ രാക്ഷസന്മാർക്ക് അദ്ദേഹത്തിനോട് വെറുപ്പ് വരാതിരിക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞ് ഇപ്പൊ വിട്ടത് ഞാൻ പറയുന്നു, ഇപ്പൊ വിട്ടത് കാര്യമാക്കണ്ട, അയാളെ ഉടനെ പിടിക്കപ്പെടും. എന്തെങ്കിലും ഒരു കുരുക്ക് ആ പാവപ്പെട്ടവന്റെ കഴുത്തിലേക്ക് എറിയാൻ രാക്ഷസന്മാര് കാത്തിരിക്കുന്നുണ്ട്. ആ ചൂണ്ടയിൽ ചെന്ന് വീഴാതിരിക്കാൻ അയാൾ ശ്രമിക്കട്ടെ. അപ്പോൾ നൗഷാദ് ബാക്കവി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പാട്ടുകളും എല്ലാം കേൾക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കാണാറുണ്ട്. അദ്ദേഹം പറയുകയാണ്, കുട്ടികളെ നിങ്ങൾ കള്ള് കുടിക്കരുത്, നിങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കരുത്, നിങ്ങളുടെ അമ്മയെയും അച്ഛനെയും എല്ലാം നിങ്ങൾ സ്നേഹിക്കണം, അവർക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ, നല്ലോണം അവരെ പോറ്റണം എന്നൊക്കെ വേടൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേജുകളിൽ പറയുന്നത് അദ്ദേഹം കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ലഹരി കേസിൽ, അല്ലെ കഞ്ചാവ് കേസിൽ വേടനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു, ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും പ്രചോദനമായ വാക്കുകൾ പറയുന്ന അദ്ദേഹത്തിന് ഇങ്ങനെയൊരു അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. എന്നാൽ അദ്ദേഹം പറയുക, എനിക്കൊരു സമാധാനമുണ്ടായി. അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഈ ഏട്ടനോട് നിങ്ങൾ ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, തിരുത്തി വരാനാകുമോ എന്ന് ഞാൻ ശ്രമിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് തന്നെ വളരെ സന്തോഷം നൽകിയ ഒരു വാക്കാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എന്നെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന എൻ്റെ സഹോദരന്മാരോടാണ്. ഇപ്പോൾ ഇവന്റെ പുകവലി, മദ്യപാനമൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാം. ചേട്ടനോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം, നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, പോയിട്ട് വരാം. എനിക്ക് അതിനെ കുറിച്ച് എനിക്കൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല, അത് കോടതിയുടെ താഴെയുള്ള ഒരു കേസാണ്. പോട്ടെ, പോയിട്ട് വരാം മക്കളെ, പോയിട്ട് വരാം. ഏത് സിനിമാ നടനാണ്, ഏത് കള്ളുകുടിയനാണ്, ഏത് രാഷ്ട്രീയക്കാരനാണ് MDA കേസിലോ കഞ്ചാവ് കേസിലോ എല്ലാം പിടിക്കപ്പെട്ടു പോയതിന് ശേഷം ഇങ്ങനെ ഒരു വാക്കുകൾ പറഞ്ഞത് എന്ന് അദ്ദേഹം നമ്മോട് ചോദിക്കുകയാണ്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയും ഇന്ന് വരെ
ഒരു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടതിന് ശേഷം അതെ ഞാൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ട്, എനിക്ക് തെറ്റ് പറ്റിപ്പോയതാണ്, ഞാനത് തിരുത്തുമെന്നൊന്നും പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഷെയിം ടോം ചാക്കോ പോലുള്ള ഒരുപാട് സിനിമാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അവർ ഈ പോലീസിനെ ഇവിടുത്തെ ഭരണകൂടത്തെയും മക്കാറാക്കുന്നതാണ് നമ്മൾ കണ്ടത്. അല്ലാതെ അതിലൊരു പശ്ചാത്താപമോ അല്ലെങ്കിൽ അത് തെറ്റിതിരുത്താനുള്ള ഒരു വിചാരമോ ഒന്നും തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഉള്ളതായി നമുക്ക് തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും ഉസ്താദ് പറഞ്ഞ വളരെ സത്യസന്ധമാണ്. ഈ വേടൻ്റെ കാര്യത്തിൽ ഇനിയും ഒരുപാട് അറസ്റ്റുകളും അതുപോലെ തന്നെ കരുനീക്കങ്ങളും ഉണ്ടായേക്കാം. തീർച്ചയായിട്ടും അദ്ദേഹം കരുതിയിരിക്കണം എന്നാണ് നൗഷാദ് വാക്കഫി പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അദ്ദേഹം ശബ്ദിക്കുന്നത് ഇവിടുത്തെ മേലാളന്മാർക്കെതിരെയാണ്, നമ്മുടെ ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ്, ഒരുപാട് സവർണർക്കെതിരെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. അദ്ദേഹം ഒരു ഈയവനാണ്. ഈയവ ജാതിയിൽപ്പെട്ട് ഒരുപാട് ജാള്യതകളും അതുപോലെ തന്നെ ഒരുപാട് ആക്രമണങ്ങളും ഒരുപാട് വിമർശനങ്ങളും എല്ലാം തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സമുദായമാണ് നമ്മുടെ ഈയവ സമുദായം. ആ സമുദായത്തിൻ്റെ ഈയവ വിപ്ലവത്തിന് തിരികൊളുത്താൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റാപ്പുകളിലൂടെയും അദ്ദേഹം ശ്രമിക്കുന്നത്. ഈ റാപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. എന്താണ് ഈ റാപ്പുകൾ എന്ന് പറഞ്ഞാൽ? ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കറുത്ത വർഗ്ഗക്കാരൻ്റെ വിമോചനത്തിൻ്റെ ഒരു കലാരൂപമാണ് ഈ റാപ്പുകൾ എന്ന് പറഞ്ഞാൽ. അവരുടെ ഈ വിപ്ലവ ഗാനങ്ങളും എല്ലാം തന്നെ റാപ്പുകളായിട്ടാണ് ചിട്ടപ്പെടുത്തി ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നത്. അതാണ് ഈ റാപ്പുകൾ. തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇപ്പോൾ നമ്മുടെ വേടനം ചെയ്യുന്നത്. ഈ കറുത്ത വർഗ്ഗക്കാരനും അതുപോലെ തന്നെ ഇവിടുത്തെ ബ്രാഹ്മണർക്കും അതുപോലെ തന്നെ രണ്ട് നീതിയാണ് നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്നത്. തീർച്ചയായിട്ടും അത് ചിന്തിച്ചാലും അതുപോലെ തന്നെ ഇന്നത്തെ സമൂഹത്തിൽ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മുടെ സുരേഷ് ഗോപി ആവട്ടെ ജയറാം ആവട്ടെ ഒരുപാട് ആൾക്കാർ ഈ പുലിപ്പല്ലും അതുപോലെ തന്നെ മറ്റും മാലയിൽ കോർത്തുകൊണ്ട് ഷർട്ട് ഊരി നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം അത് ഉയർന്ന ജാതിക്കാരാണ്. കാരണം അവരെ തൊട്ട് കളിക്കാൻ നമ്മുടെ ഭരണകൂടത്തിനോ നമ്മുടെ പോലീസിനോ ഇവിടുത്തെ നിയമ സംവിധാനത്തിനോ എല്ലാവർക്കും പേടിയാണ്. എന്നാൽ ഈ ആളനായ ഈ SC/ST കാരനായ ഈ സമൂഹക്കാരനായ നമ്മുടെ വേടനെ പോലെയുള്ള പാവപ്പെട്ട ആൾക്കാരുടെ മേത്ത് കുതിര കയറാൻ നമ്മുടെ ഭരണകൂടത്തിന് യാതൊരു മടിയുമില്ല. അദ്ദേഹത്തെ 1 ഗ്രാമമായാലും 2 ഗ്രാമമായാലും അദ്ദേഹത്തെ പിടിക്കാനും ജയിലിലിടാനും യാതൊരു ഉളുപ്പുമില്ലാത്ത ഒരു സമൂഹമായി നമ്മുടെ ഭരണകൂടം അധപ്പതിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതുതന്നെയാണ് നൗഷാദ് വാക്കഫി പറഞ്ഞത്. വലിയ മീനുകൾ, വലിയ സ്രാവുകൾ, വലിയ കച്ചവടക്കാർ കിലോ കണക്കിന് ടണ്ണ് കണക്കിന് മയക്കുമരുന്നാണ് നമ്മുടെ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും എല്ലാം മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അവരെയൊന്നും നമ്മുടെ ഭരണസമൂഹം ഒന്നും ചെയ്യുന്നില്ല, പിടിക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല, ഒന്നുമേ ചെയ്യുന്നില്ല. എന്നാൽ 9 പേർ ചേർന്നുകൊണ്ട് റൂമെടുത്ത് ഒരു റൂമിൽ കഞ്ചാവ് ഉപയോഗിക്കാൻ വേണ്ടി കുത്തിരുന്ന നമ്മുടെ വേടനെയും അദ്ദേഹത്തിൻ്റെ 8 സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് വെറും 6 ഗ്രാം കഞ്ചാവാണ്. നമ്മൾ 6 ഗ്രാം കഞ്ചാവിനെ കുറച്ച് കാണുകയല്ല, തെറ്റ് തന്നെയാണ്. അദ്ദേഹം ചെയ്തത് 100% തെറ്റാണ്, അത് തിരുത്തപ്പെടേണ്ടതാണ്. എന്നാൽ ഇത്തരം ഒരു വലിയ സന്നാഹത്തോടു കൂടി നമ്മുടെ പോലീസ് സംവിധാനത്തെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു, കോടതിയിൽ ഹാജരാക്കുന്നത് നമ്മൾ കണ്ടു. അതിൽ പരാജയപ്പെട്ട് അതുപോലെ തന്നെ സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന ചെറിയൊരു കേസാണിത്, നിൽക്കില്ല എന്ന് ബോധ്യപ്പെട്ട സമയത്ത് പോലീസ് റൂട്ട് മാറ്റി അദ്ദേഹത്തിൻ്റെ മാലയിൽ കോർത്തിട്ട പുലിയുടെ പല്ലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ 2 നീതി എന്ന് നമ്മുടെ വേടൻ പറയാനുള്ള കാരണം. തന്നെ കൊല്ലാനോ അതുപോലെ തന്നെ തൻ്റെ തല വെട്ടാനോ നിങ്ങൾക്ക് ഒരു പക്ഷേ കഴിഞ്ഞേക്കാം, പക്ഷേ എൻ്റെ ആശയങ്ങളെ കൊല്ലാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല എന്നാണ് വേടൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ റാപ്പിൽ നമ്മൾ ഇടുക്കിയിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം നമ്മുടെ ഫലസ്തീനിലെ അടിച്ചമർത്തപ്പെട്ട മുസ്ലിം സമുദായത്തെയും അവിടുത്തെ മരണപ്പെടുന്ന ചെറിയ കുഞ്ഞുങ്ങളെയും പറ്റി വരെ അദ്ദേഹം അവരെ സംസാരിക്കുകയുണ്ടായി. അതുതന്നെയാണ് ഈ വർഗീയവാദികൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ വലിയ മുത്തപ്പന്മാർക്കും എല്ലാം വിരളി പിടിച്ചുകൊണ്ട് അവർ വേടനെതിരെ തിരിഞ്ഞത് എന്നാണ്. അതാണ് നൗഷാദ് വാക്കഫി പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഇനിയും ഒരുപാട് കേസുകളിലും ഒരുപാട് കുരുക്കുകളിലും ഇദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി സമൂഹത്തിൽ മുൻപന്തിയിലുള്ള ആൾക്കാർ കാത്തിരിക്കുകയാണ്. വേടൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം, അദ്ദേഹത്തിൻ്റെ മുൻപോട്ടുള്ള യാത്ര അത്ര സുഖകരമായിരിക്കില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും ഒരു ഇസ്ലാമിക പണ്ഡിതനായ നൗഷാദ് വാക്കഫി എന്ന് പറയുന്ന ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ ആയാലും അതുപോലെ തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾക്കെതിരെയായും തുറന്ന് മറുപടി പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഉസ്താദ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് നമുക്ക് ഒരുപാട് ബഹുമാനമുണ്ട്. അത്തരം കാര്യങ്ങൾ അദ്ദേഹം അഭിപ്രായങ്ങൾ ഇനിയും പറയണം. സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അഭിപ്രായങ്ങൾ പറയുമ്പോൾ മാത്രമേ സമൂഹത്തിലുള്ള നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ വരുന്നുണ്ട്. നന്ദി, നമസ്കാരം.